അപ്പോൾ കൊണ്ട് രാവിലെ ഹസ്ബൻഡ് എനിക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാൻ എന്തോ തപ്പിപ്പറക്കി ഇങ്ങനെ നടക്കുവാണ്. തണുപ്പ് 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 ഇളം ചൂട് ഇളം ചൂട് ഇളം ചൂട് ഇളം ചൂട് 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 ഭയങ്കര ചൂട്. അയ്യോ കൈ പൊള്ളുവേ, കൈ പൊള്ളു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ മോർണിംഗ് വ്ലോഗ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങളെ രാവിലെ ചായയും പാലും ഒക്കെ ആക്കി രണ്ടു പേർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പാലും ഹസ്ബൻഡിന് ചായ കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മുട്ട പുഴുങ്ങുക കേട്ടോ. രാവിലെ ഇതൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് അല്ലെങ്കിൽ പാലൊക്കെ കുടിച്ചിട്ട് മുട്ട കഴിക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് താറാമുട്ടയും കോഴിമുട്ടയും കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങാനൊക്കെ വെച്ചു. കുക്കറിൽ 2 വിസിലടിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് അല്ലെങ്കിൽ ഒറ്റ വിസിൽ മതി കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ എന്തോത്തിനോ വിളിച്ചത്. അവള് വീട്ടിലിടുന്ന ഡ്രസ്സിന് പോലും മാച്ചിങ് ആണല്ലോ. അല്ലേ? ഞാനും ബ്ലാക്ക് ആയിട്ടേക്കുന്നത്. പിന്നെ എടേ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലയോ? ഇന്ന് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ വാലന്റൈൻസ് ഡേ എന്ന് ഓർത്തേ. നല്ല കാര്യം. ഓക്കെ, വാലന്റൈൻസ് ഡേ ആയിട്ട് നീ പിന്നെ ഇന്നെന്തോ പ്രത്യേകത എന്തോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അത് ഗിഫ്റ്റ് വേണ്ടേ? അതോടെ കിട്ടിയാൽ കൊള്ളാമെന്ന് വർത്താനം. നേരത്തെയൊക്കെ വേണം വേണമെന്ന് പറയായിരുന്നു. ഇപ്പൊ സ്നേഹം കുറഞ്ഞു പോയോ? എന്നാലും ഗിഫ്റ്റ് അപ്പൊ ഗിഫ്റ്റ് വേണ്ട. അല്ല, ഗിഫ്റ്റില് കാര്യമില്ലെങ്കിൽ പിന്നെ ഗിഫ്റ്റ് എനിവേ ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പം ഒരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. അപ്പം മക്കള് ഈ പെരക്കകത്ത് എവിടെയോ, ഈ ഹോളിൽ എവിടെയോ, അതായത് തണുപ്പ് 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 ചൂട് ഇളം ചൂടേ ഉള്ളൂ. ഇളം ചൂട് ഇളം ചൂട് ഇളം ചൂട് ഇളം ചൂട് ഇളം ചൂട് 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 ഭയങ്കര ചൂട്. അയ്യോ കൈ പൊള്ളുവേ, കൈ പൊള്ളുവേ. ആ കണ്ടുപിടിച്ച് 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 ഫേവറേറ്റ് ബുട്ടിക്ക് നിഖാര എന്ന് പറയുന്നത്. അവർ ഡിസ്കൗണ്ട് ഒന്നും തരുത്ത് തോന്നില്ല. 20 രൂപയ്ക്ക് അവർ ഡിസ്കൗണ്ട് തരുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ വേറെ ഇല്ലാത്തൊരു ഷെയ്ഡാണിത്, ഇല്ലാത്തൊരു പാറ്റേൺ. താങ്ക് യു സോ മച്ച്. പിന്നെ നമുക്ക് ഇതിട്ട് കാണാം. കൊള്ളാവോ? കൊള്ളാം. മുന്തിർക്കുണ്ടി ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ മൊട്ടക്കോസെ. ഇതെന്തോ രാവിലെ എന്ത് കൈ ഇരിക്കുന്നേ? കയ്യിലെന്തോ ഇരിക്കുന്നു? എന്ത് കൈ ഇരിക്കുന്നു നോക്കട്ടെ. ഇങ്ങോട്ട് കാണിക്കണേ. ഓ, ഹാർട്ട് വരച്ചേക്കുവാ. പപ്പയ്ക്കാണോ? ഓ, ഹാപ്പി വാലന്റൈൻസ് ഡേ പറ. പപ്പയ്ക്ക് ഹാർട്ടൊക്കെ കൊടുത്തിട്ട് കൊച്ചു ഹാപ്പി വാലന്റൈൻസ് ഡേ താങ്ക് യു പറ. ഹാപ്പി വാലന്റൈൻസ് ഡേ. എങ്ങനെ അറിയാം ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന്? അതൊക്കെ അവനറിയാം. How do you know today is a Valentine's Day? എങ്ങനെ അറിയാം? അത് പപ്പയും അമ്മയും പറയുന്ന ഇപ്പൊ കേട്ട്. കുഞ്ഞ് പപ്പ അമ്മയും പറയുന്ന കേട്ട് ഇപ്പൊ ഇന്നാന്ന് ഓർക്കാം. നേരത്തെ അവൻ അറിയാം. അത് എനിക്കൊന്ന് പെപ്പാ ബിഗ് പറയുന്നതാണ് അല്ലേടാ? പെപ്പാ ബിഗിലാ പറയുന്നത്. ജൂല അമ്മയ്ക്കൊന്നും തരുന്നില്ലേ വാലന്റൈൻസ് ഡേക്ക്? അവർക്ക് മന്ദക്കൂസിന് വല്ല അറിയാം. മന്ദക്കുന്തി ഒരു കുന്താമണ്ടി അറിയത്തില്ല. കുന്താമണ്ടി ലവ് യു.
ലവ് യു, ഐ ലവ് യു. ഐ ലവ് പറയുമ്പോ എന്താ പറയണം അമ്മ പറഞ്ഞിട്ടുള്ളേ? അമ്മ ഇന്നലെ പറഞ്ഞല്ലോ, എന്താ പറയണം? ലവ് യു ടു എന്ന് പറയണെന്ന് പറഞ്ഞില്ലേ? ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒന്നുകൂടെ പറഞ്ഞേ. ഡേ. അയ്യോ ഞാനും വന്നു. താങ്ക് യു. ജോഷി ഒത്തിരി ലവ് വരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാർക്കാ? അയ്യോ നമുക്ക് രണ്ടുപേർക്കും അച്ഛൻ ഹാർട്ട് വരച്ചോണ്ട് വന്നു കണ്ടാ. താങ്ക് യു. ഓ എല്ലാവർക്കും ഉണ്ട്. അപ്പച്ചനും അമ്മാച്ചനും പിന്നെ ആർക്കാ? ഗേൾഫ്രണ്ട് വല്ലതും ഉണ്ടോ? ഗേൾഫ്രണ്ട് വല്ലതും ഉണ്ടോ? ഗേൾഫ്രണ്ട് വല്ലതും ഉണ്ടോ? നിനക്ക് ഗേൾഫ്രണ്ട് വല്ലതും ഉണ്ടോ? എന്തൊരു നാണം. നാണം എന്താ? അവളുടെ മോഹം നോക്കിക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. നോക്കട്ടെ. സൂപ്പറാണല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുവാ? കണ്ണടയ്ക്കണോ? എന്തോ നോക്കട്ടെ. വാവ്, ഹാർട്ട്. ഇത് ജോഷി വരച്ച ഹാർട്ടാണല്ലോ. ഓ ഇതാര് വരച്ച ഹാർട്ടാ? ഇത് പപ്പ, ഇത് പപ്പ, ഇത് ജുവലിന്റെ ഹാർട്ട്. എന്താ കുറച്ച് ഇടി ഇങ്ങനെ സൂപ്പർ ഹാർട്ട് കേട്ടോ. താങ്ക് യു. ഐ ലവ് യു. ഇതല്ലേ ഞാൻ വരച്ചത്? അതല്ല സൂപ്പറാ. സൂപ്പറാ സൂപ്പറാ സൂപ്പർ. അടിപൊളി അടിപൊളി. അപ്പം വാലന്റൈൻസ് ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉപ്പുമാവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഉപ്പുമാവും പഴവും പഞ്ചസാര ഇട്ടുണ്ട്. ഹസ്ബൻഡിന് കറിയാണ് കൂടുതൽ ഇഷ്ടം. എന്നാൽ രാവിലെ കറിക്ക് നിർബന്ധം പിടിക്കാറില്ല കേട്ടോ. അപ്പം ചായയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിച്ചു. എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവാണ് കേട്ടോ. സൗണ്ടൊക്കെ ഉണ്ടായി. അങ്ങനെ ഹസ്ബൻഡ് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. രാവിലെ 9 മണിക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങി. ഞാൻ നോക്കുവാനും മുറ്റത്ത് ഭയങ്കര വെയിൽ, ഒരു 12 മണിയുടെ വെയിലാണ് കേട്ടോ. അത്രയ്ക്ക് വെയിലും ചൂടും ഉണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ശരിക്കും എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരാറുണ്ട് കേട്ടോ. ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷേ എന്നാലും ഇത്ര രാവിലെ കൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ട്രഷർ ഹണ്ടൊക്കെ നടത്തിയൊരു സർപ്രൈസ് കിട്ടുമെന്ന് വിചാരിച്ചതേ ഇല്ല. ഐ എം സോ ഹാപ്പി. അപ്പോൾ ഹസ്ബൻഡ് പോവാണ്. അമ്മേന്റെ വെള്ളി ദിവസമല്ലേ, നമുക്ക് പോവാം. അമ്മ നമുക്ക് തിരിച്ചു പോവാം. ഇതിനാ എനിക്കിവിടെ വെള്ളി ദിവസമല്ലേ. വെയിൽ കൊള്ളാനല്ലേ നമ്മൾ വന്നേ. വെയിൽ കൊണ്ടാലേ നമ്മൾ സ്ട്രോങ് ആകത്തുള്ളൂ. അപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ വെയിൽ കൊള്ളാനായിട്ട് ഇറങ്ങും കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് അവധിയാണെങ്കിൽ അവരെയും കൊണ്ടുവരും. അല്ലെങ്കിൽ ഞാൻ മാത്രമായിട്ട് രാവിലെ വൈകുന്നേരമായിട്ട് കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളാറുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ വന്നിങ്ങനെ കളിക്കും ഇവിടെ കേട്ടോ. ഇവിടെ ബാക്കിയുള്ള കിടന്നു. നിന്റെ വീഡിയോ എടുക്കും അമ്മ, ചുമ്മാ ഒരു രസത്തിന് കാണാൻ. ആണോ? സൂപ്പറാ. അമ്മ ഞാനും ഇത് ഉണ്ടാക്കിയതാ. ഞാൻ സൂപ്പറാ. ഇത് ഉണ്ടാക്കിയതാണ്. ഓ സൂപ്പറാ. അല്ല ഞാനോ? അവൻ ഉണ്ടാക്കിയത്. രണ്ടും നിങ്ങൾ ഉണ്ടാക്കി.
വീണ് പോലെ എല്ലാം കൂടെ. ജോഷുവ കാലേ കാ കൊള്ളരുത് റബ്ബറിന്റെ അവിടെ കാ കിടപ്പുണ്ട് റബ്ബറിന്റെ കാലേ കൊള്ളു. അത് പുഴുവൊക്കെ കാണും അയലക്കകത്ത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് താഴെ ഇറങ്ങി വന്ന് പിന്നെ അങ്ങ് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ രാവിലെ ഒരു മുട്ട കഴിച്ചിട്ടാണ് കേട്ടോ കയറിപ്പോയത്. അപ്പോൾ രണ്ടുപേരും കിച്ചണിൽ വന്ന് തന്നെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകണം. അതെനിക്കൊരു ചെറിയ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ചുമ്മാ അവർക്കൊരു പണിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് അവരെ വിളിച്ച് അവിടെ കൊടുക്കുന്നു കേട്ടോ. അധികം ഒന്നും ഇങ്ങനെ നടന്ന് കൊണ്ടുപോകേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ അങ്ങനെ വീണ് പോകുന്നുള്ള ടെൻഷനൊന്നുമില്ല എനിക്ക്. അപ്പോൾ രണ്ടുപേരെയും വിളിച്ച് അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കഴിക്കാനായിട്ട് പോവാണ്. ജോഷുവയ്ക്ക് സാമ്പാർ വേണമെന്നൊക്കെ പറഞ്ഞ ഓരോ നിർബന്ധം പിടിക്കുകയാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ഭയങ്കര വാശിക്കാരൊന്നും അല്ല. അവരെന്തെങ്കിലും പറഞ്ഞാലും കേട്ടോളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ കൃപയാല്. അപ്പൊ രണ്ടുപേരും കൈയൊക്കെ വാഷ് ചെയ്ത് കഴിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. വെള്ളം മാത്രം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. വല്ല കഴിക്ക്. മസിലോ? മസിൽ വരും. അപ്പോൾ ഇത് സാറ്റർഡേ ആയതുകൊണ്ട് ഹസ്ബൻഡിന് ഫുഡ് കൊണ്ടുപോകണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പിന്നാണ് അരിയൊക്കെ അടുപ്പിടുന്നത്. റൈസ് കുക്കറിലാട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ അരി വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അതാ കുഞ്ഞുങ്ങളുടെ അടുത്ത് കുറച്ച് കഴിക്കുന്നത്. അവർ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവർക്ക് ഈ ഫുൾ ടൈം ബ്ലോക്ക് എടുത്ത് വെച്ച് കളിയും വണ്ടി ഉരുട്ടി കളിയൊക്കെയാണ്. അതാണ് അവരുടെ ഇഷ്ടപ്പെട്ട കളികൾ. സൂപ്പർ. ഞാനുണ്ടാക്കിയത് 1 2 3 ജൂൽ ഉണ്ടാക്കിയതാ? സൂപ്പർ. എല്ലാം സൂപ്പർ. അതിനുശേഷം ഞാൻ വന്നിട്ട് അരിയൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഒരു 10-20 മിനിറ്റ് കൂടുതൽ ഞാൻ തിളയ്ക്കാൻ വേണ്ടി അങ്ങനെ വെക്കും കേട്ടോ. പിന്നെ റൈസ് കുക്കറിലോട്ട് മാറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് മത്തങ്ങ എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ പയർ ആദ്യമേ കുറച്ച് നേരം വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പയറെടുത്ത് വെള്ളത്തിലിട്ടുണ്ട്. ഒരുപാട് ഇട്ടില്ല, കാരണം മത്തങ്ങ ചെറിയൊരു മത്തങ്ങയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് പയറൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ തിളച്ച് കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വാഷിംഗ് മെഷീനിൽ തുണി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുകളിലിടണം. അപ്പോൾ താഴെ ഒന്നും നമുക്ക് വെയിൽ കിട്ടുന്ന സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് ടെറസിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ വിരിച്ചിടത്തേ ഉള്ളൂ കേട്ടോ. അല്ലാതെ സ്പേസ് ഇല്ല നമുക്ക് ഈ ഇതിടാൻ വേണ്ടിയിട്ട്, തുണി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ വിരിച്ചിട്ടിട്ട് പിന്നെ ഞാനിങ്ങനെ ഫുഡിൽ വിരിച്ചിട്ടിട്ട് താഴോട്ട് ഇറങ്ങി പോയിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് കറിയൊക്കെ വെക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു മത്തങ്ങയാണ്. നല്ല കട്ടിയുണ്ടായിരുന്നു തൊലിക്ക് വെട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പറഞ്ഞ അത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലായിരുന്നു, കാരണം മൈക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മത്തങ്ങയൊക്കെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഭാഗം ഞാനിങ്ങനെ ചിരണ്ടി കളയും. എന്നാലും എനിക്കത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ വരാത്തതുകൊണ്ട് ഞാനതിങ്ങനെ നൈസായിട്ട് എൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് ചെത്തിക്കളയും കേട്ടോ. ഞാനങ്ങനെ തൊലിയുടെ ഒരു ഭാഗം നടുക്കിരിക്കുന്ന ഭാഗമുണ്ട്, ചെറുതായിട്ട് വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നാലും എനിക്കൊരു സമാധാനം വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ കൊഴുകൊഴാന്നൊക്കെ ഇരിക്കുന്ന പോലൊരു ഫീലാണ്. അപ്പോൾ അത് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ നൈസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ നോക്കുമായിരുന്നു എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ. പിന്നെ ഞാൻ പാട്ടും പാടി ഡാൻസ് കളിച്ചിട്ടാണ് കേട്ടോ ഈ കുക്കിങ്ങും ഒക്കെ നടത്തുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കും, ചിലപ്പോൾ പാട്ട് ഇടത്തില്ല, ചിലപ്പോൾ ഞാൻ തന്നെ പാടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കുക്കിങ്. അങ്ങനെ അതൊക്കെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ പോകും കേട്ടോ. അപ്പോൾ എനിക്ക് മത്തങ്ങ എരിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. മത്തങ്ങ എരിശ്ശേരി മാത്രം മതി എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടി. മത്തങ്ങ എരിശ്ശേരി പപ്പടവും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചാൽ സൂപ്പർ. അങ്ങനെ നമ്മുടെ ചോറ് സെറ്റായപ്പോഴത്തേക്ക് ഞാൻ റൈസ് കുക്കറിലോട്ട് മാറ്റി. ഇന്ന് നമുക്ക് മത്തങ്ങ എരിശ്ശേരിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി കുറച്ച് തേങ്ങ എടുത്ത് ആയിട്ട് അരയ്ക്കാൻ വേണ്ടി വെച്ചു. പിന്നെ കുക്കറിലോട്ട് മത്തങ്ങയും ചെറുപയറും കുറച്ച് വെള്ളം ഒഴിച്ച്
കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിനായിട്ട്, ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ. എന്നിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്കറിലൊരു 5-6 വിസിൽ വെക്കണം. കാരണം പയർ അധികം നേരം വെള്ളത്തിലിട്ട് വെച്ചില്ല, അതുകൊണ്ട് പയറിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ കുറച്ചൊരു 4-5 വിസിലിക്കുള്ളിൽ ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അരപ്പ് റെഡി ആയിട്ടുണ്ട്. കുക്കർ ഫ്ലെയിം മറ്റേ പ്രഷർ പോയപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത് നന്നായിട്ട് വെന്തുടഞ്ഞ്, എനിക്ക് നല്ല ഉടഞ്ഞിരിക്കണം കേട്ടോ. ഇങ്ങനെ മത്തങ്ങ ആയിട്ട് കിടക്കുന്നത്, പയറായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല, നന്നായിട്ട് ഉടഞ്ഞിരിക്കണം. അങ്ങനെ ഉടച്ച് നന്നായിട്ട് പിന്നെ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ അരപ്പ് കഴുകി കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് ഈ തേങ്ങ അരപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ പറയുക, തിളപ്പിക്കത്തില്ല കേട്ടോ. ഏത് കറിയാണെങ്കിലും അങ്ങനെയുള്ളൂ, തേങ്ങ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിളപ്പിക്കാറില്ലല്ലോ. അതിനുശേഷം നന്നായിട്ടൊന്ന് കടുക് താളിച്ചിടണം. അതായത് കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കടുകും പിന്നെ വറ്റൽമുളക് എൻ്റെ ഇല്ലായിരുന്നു, കുറച്ച് കൂടുതൽ കരിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് ഈ എരിശ്ശേരിയിലോട്ട് ഇടണം. തേങ്ങ വറുത്തത് എരിശ്ശേരിക്കകത്ത് ഇടുന്നത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ, ഭയങ്കര ഒരു മണവുമാണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു 1/4 ടേബിൾ സ്പൂണ് എന്താ പറയുക നെയ്യും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതങ്ങ് ഇളക്കാതെ അങ്ങനെ അങ്ങ് അടച്ചു വെക്കും കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഒരു ചിക്കു ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ജുവലിന് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ ജുവൽ അത് കഴിച്ചു. ജുവൽ സൂപ്പറാന്നൊക്കെ പറയുക കേട്ടോ. സൂപ്പറാണോ? മതി മതി. എന്തിനാ ഇത് എടുക്കാൻ പറഞ്ഞ എന്നോട്? ഇത് വരിയൊക്കെ ഇട്ടിരിക്കത്തില്ലായിരുന്നോ? നല്ല മധുരമുണ്ട്. ഇപ്പോൾ ജോഷുവൊക്കെ ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഭയങ്കര മടി കേട്ടോ. അതിന് കരഞ്ഞുകൊണ്ട് വന്ന് കഴിക്കുകയാണ്. ആദ്യം ഒന്ന് സ്മെല്ല് ചെയ്തുകൊണ്ട് ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോയി, പിന്നെ ഞാൻ അടിച്ച് തീറ്റിക്കുകയാണ് കേട്ടോ. അവനെല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഫ്രൂട്ട്സും എന്താ പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് എൻ്റെ കൊച്ചിന്. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ കഴിപ്പിക്കും കേട്ടോ. നല്ല ടേസ്റ്റാ, സൂപ്പറാ. തരാം. ഇത് കണ്ടോ, ഇതിങ്ങനെ എടുത്തിട്ട് അമ്മ തരാം. അപ്പം ചോറ് ഓക്കെ ആയി കേട്ടോ. മത്തങ്ങരിശ്ശേരി വെച്ചിട്ടുണ്ട്. ഇനി പപ്പടം പൊള്ളിക്കണം, മുട്ട പൊരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് പരിപാടി. എനിക്ക് പിള്ളേർക്ക് ഇതൊക്കെ മതി. അതിന് മുമ്പ് ഇനി അവരെ കുളിപ്പിച്ച് ഫുഡ് കൊടുത്തിട്ട് ഉറക്കണം. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ലവ് യു. ഓക്കേ. വാവ്, സൂപ്പർ. ഇന്നോട് നോക്കാം. വാവ്, സൂപ്പർ. ഞാൻ കഴിച്ചതാ. ഇത് കൊള്ളത്തില്ല, അഴുക്ക. നമുക്ക് വേറെ കുത്തി എടുക്കാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ. ഹാപ്പി വാലന്റൈൻസ് ഡേ പറ എല്ലാവർക്കും. ഹാപ്പി വാലന്റൈൻസ് ഡേ. കളിപ്പണ്ണേ. അപ്പോൾ ഇത് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡിന് എന്താ പറഞ്ഞ വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനമായിരുന്നു കേട്ടോ. ഇതൊരു ബോഡി സ്പ്രേ ആണ്. ഹസ്ബൻഡ് ഓൾറെഡി ഒരു നിവ്യ ഫാൻ ആണെങ്കിൽ തന്നെ ഇപ്പം ഈയിടെയായിട്ട് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ബെല്ല വീറ്റയുടെ പെർഫ്യൂംസ് ആണ്. ഭയങ്കര നല്ല പെർഫ്യൂമാണ് കേട്ടോ ബെല്ല വീറ്റയുടെ, പ്രത്യേകിച്ച് ഹണിയൂത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കൂടുതൽ ഇഷ്ടം ഈ CUMN ആണ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ബോഡി സ്പ്രേ ആട്ടോ. ഈ ബോഡി സ്പ്രേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അങ്ങ് ചാകും, ഭയങ്കര ഇഷ്ടമാണ്. ദിവ്യയുടെ ബോഡി സ്പ്രേ ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഇപ്പം കേട്ടോ ഈ ഒരു CUMN യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അതല്ല സൂപ്പർ സാധനം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ വീട്ടിൽ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ലേ. ബൈ ബൈ. ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേന്ന് പറയാം ഇത് വാങ്ങി. ട്രൈ ചെയ്യും, നോക്കണം കേട്ടോ.